കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി KHDC എന്ന സംഘടന വെച്ച് നൽകിയ വീടുമാണ് 2 ദിവസത്തിലേറെയായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. KHDC സുധിയുടെ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകിയിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. എന്നാൽ വീടിന് ചോർച്ചയുണ്ടെന്നാണ് സുധിയുടെ ഭാര്യ പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സുധിയുടെ മൂത്ത മകൻ രാഹുൽ എന്ന കിച്ചു പങ്കിട്ട ഒരു വ്ളോഗും വൈറലായിരുന്നു. വൃത്തിയില്ലാതെ വീട് സൂക്ഷിക്കുന്നു, സുധിയുടെ ട്രോഫികൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നു എന്നിവയാണ് കിച്ചുവിന്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ പ്രധാനമായും ചർച്ചയായത്. കിച്ചു അച്ഛന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് കൊല്ലത്താണ് താമസം. കോട്ടയത്തെ പുതിയ വീട്ടിൽ രേണുവും മകനും മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് താമസിക്കുന്നത്. കിച്ചുവിന്റെ വ്ളോഗ് വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് രേണുവിന് എതിരെയായിരുന്നു. വിഷയം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായപ്പോൾ കിച്ചു പ്രതികരിക്കാത്തതിനെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ സംശയം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും വീടിന്റെ കുറിച്ചുമെല്ലാം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് സ്വന്തം യൂട്യൂബ് ചാനലിൽ ലൈവിൽ വന്ന് മറുപടി പറയുകയാണ് കിച്ചു. കോട്ടയത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെയാണെന്നും എന്ന് പറഞ്ഞാണ് കിച്ചു സംസാരിച്ചു തുടങ്ങുന്നത്. ഋതപ്പനുമായിട്ടുള്ള വ്ളോഗ് 1 മില്യൺ അടിച്ചു. അതൊരു സീൻ വ്ളോഗായിരുന്നു. വീട് വെച്ച് തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു, അതിനുള്ള മറുപടി തരാം. ക്ലാസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാത്തത്. ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്ക് പോകാം. അനിയനെ ഞാൻ തീർച്ചയായും നോക്കും. വീട് വെച്ച് തന്ന ചേട്ടൻ വിളിച്ചിരുന്നു. കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനൊരു വീഡിയോ എടുക്കാനല്ല, ഋതപ്പനെ കാണണം എന്ന രീതിയിൽ പോയതാണ്. അച്ഛൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു കേസുണ്ട്, അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്ത് പോയത്, അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നും കിച്ചു പറഞ്ഞു. സുധിയെ പള്ളിയിൽ അടക്കാനുള്ള കാരണവും കിച്ചു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ ഞാനും പറഞ്ഞു. അങ്ങനെയാണ് പള്ളിയിൽ അടക്കിയതെന്നും കിച്ചു പറയുന്നു. പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒരുപാട് മാറി. പണ്ട് ഇത്രയൊന്നും സംസാരിക്കാറില്ലായിരുന്നു. രേണു അമ്മ ഷൂട്ടിങ്ങിലാണ്. യൂട്യൂബ് ചാനലിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ലൈവിൽ വന്ന് കേക്ക് മുറിച്ചത്. ഋതപ്പൻ ഫുൾ കേക്കും അവന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. അവനല്ലാതെ വേറെ ആർക്കാണ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടത്? ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞുവെങ്കിലും യൂട്യൂബിൽ നിന്നും ക്യാഷ് കിട്ടിത്തുടങ്ങിയിട്ടില്ലെന്നും കിച്ചു പറയുന്നു. 5 വയസ്സാണ് കിച്ചുവിന്റെ രണ്ടാമത്തെ അനിയന്. സുധിയില്ലാത്ത കുറവ് കുഞ്ഞനിയനെ വരാതെ നോക്കാൻ കഴിയുന്നതെല്ലാം കിച്ചു ചെയ്യാറുണ്ട്. കിച്ചുവിന് സുധിയുടെ മുഖച്ഛയാണെന്നാണ് ലൈവ് കണ്ട ഭൂരിഭാഗം പേരും കുറിച്ചത്. ആനിമേഷൻ വിദ്യാർത്ഥിയാണ് കിച്ചു. സഹോദരൻ ഋതുൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഫ്ലവേഴ്സ് ചാനലാണ് ഇരുവരുടെയും വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്നത്. സുധിയുടെ മരണശേഷം അഭിനയമാണ് രേണു പ്രൊഫഷണലായി സ്വീകരിച്ചിരിക്കുന്നത്.